ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീകൃഷ്ണ പരമാത്മനേ നമ. ഓം ഗുരുബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര. ഗുരു സാക്ഷാത് പരബ്രഹ്മ. തസ്മൈ ശ്രീ ഗുരവേ നമ. എല്ലാ ഭക്തമക്കൾക്കും എൻ്റെ വിനീതമായ പ്രണാമം. എല്ലാവരെയും ഭഗവാനിൽ അർപ്പിക്കുന്നു. എല്ലാവരുടെയും കമൻസുകളും അർപ്പിക്കുന്നു. കഴിഞ്ഞ ദിവസം ഉള്ള മക്കൾ തന്നെയാണ് ഈ പ്രാവശ്യം. അവരുടെ പേരിനി പ്രത്യേകിച്ച് പറയണ്ടല്ലോ. അതുപോലെ തന്നെ ഒരു മകള് കമൻസിൽ നല്ല അമ്മ എന്ന് പറഞ്ഞ ആ മകളാന്ന് തോന്നുന്നു, ശ്രീകലയായിരിക്കും. എനിക്ക് നിശിത അത് എന്താ പറയുക, ആ ഗതയെപ്പറ്റി പറഞ്ഞത് നല്ലതാ മക്കളെ. അങ്ങനെ അറിവുള്ളത് പറഞ്ഞു തരണം. എല്ലാവർക്കും തങ്ങളെ അങ്ങോട്ടും ഇങ്ങോട്ടും ശാർങ്ങധരായുധൻ വെച്ചാൽ ഭഗവാന്റെ വില്ല് ധരിച്ചവനെന്നറിയാം. ചിലപ്പോൾ ഓർമ്മ കിട്ടത്തില്ല, എങ്കിലും അറിയാവുന്നത് അങ്ങോട്ടിടണം. അമ്മയും മക്കളും ആകുമ്പോൾ അങ്ങനെ അമ്മയ്ക്ക് മക്കളും മക്കൾക്ക് അമ്മയ്ക്ക് ഇങ്ങനെ അങ്ങോട്ടിടും പറഞ്ഞ് സമചിത്തത വേണം എല്ലാവർക്കും. നമുക്ക് അറിയണം, എല്ലാം അറിഞ്ഞറിഞ്ഞ് പോകണം. അതായത് ഒരു കുട്ടി ചൊല്ലിയാലും യുക്തമെന്നാക്കി നമുക്ക് കൈക്കൊള്ളണം. അതേസമയം ബ്രഹ്മാവ് ചൊന്നാലും യുക്തമല്ലെങ്കിൽ നമുക്ക് അതിനെ ധിക്കരിക്കാവുന്നുണ്ട്, അതിനെ ഉപേക്ഷിക്കാം. അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല മാർഗങ്ങൾ പഠിക്കാം. എല്ലാ അറിവും എല്ലാവർക്കും ഉണ്ടാകട്ടെ. ഈശ്വര കൃപ എല്ലാവർക്കും ഒരുപോലെ നമുക്ക് എല്ലാവർക്കും അങ്ങനെ വേണം. ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്നാണല്ലോ പറയാം. അതുകൊണ്ട് നമുക്കിനി ഒരു കൊച്ചു നാമം, അത് ഞാൻ തന്നെ എഴുതി നാമം ചൊല്ലുന്ന നാരായണ നാരായണവും അത് ചൊല്ലിയിട്ട് നമുക്ക് ഭാഗവതം വായിക്കാം. നാരായണ നാരായണ ഓം ഹരി ഹരി നാരായണ നാരായണ ഓം നാരായണ നാരായണ ഓം ഹരി ഹരി നാരായണ നാരായണ ഓം നാരായണ നാരായണ ഓം ഹരി ഹരി നാരായണ നാരായണ ഓം നാരായണ നാരായണ ഓം ഹരി ഹരി നാരായണ നാരായണ ഓം. കാരണഭൂതനായി ലോകൈകവന്ദിതനായി സർവസാക്ഷിയായി ലോകർക്കു ഗുരുവായി. ഭഗവാൻ കാരണഭൂതനാണ്, സർവത്തിൻ്റെയും കാരണഭൂതനാണ്. എന്നാലോ ലോകവന്ദിതനാണ്, എല്ലാവരും വന്ദിക്കുന്ന ഭഗവാനെ. സർവത്തിന് സാക്ഷിയായ ഈശ്വരൻ, എന്നാലോ ഭഗവാൻ ഗുരുവായി വന്നു, സകലർക്കും ഗുരുവായി. കാരണഭൂതനായി ലോകൈകവന്ദിതനായി സർവസാക്ഷിയായി ലോകർക്കു ഗുരുവായി. നാരായണ നാരായണ ഓം ഹരി ഹരി നാരായണ നാരായണ ഓം നാരായണ നാരായണ ഓം ഹരി ഹരി നാരായണ നാരായണ ഓം. ഓങ്കാര പൊരുളായി നാദബ്രഹ്മമായി നിത്യ ചൈതന്യമായി മോക്ഷദായകനായി. അപ്പോൾ ഈ പരമാത്മാവ് ഓങ്കാര പൊരുളാണ്. ഈ ഭഗവാൻ കൃഷ്ണനെയാണ് ഈ ഓങ്കാരപ്പൊരുളിനെയാണ് നമ്മൾ കൃഷ്ണനെ കാണുന്നത്. അതിനാണ് ഞാൻ പ്രത്യേകം എടുത്ത് ഇത് ചൊല്ലുന്നത്. നമുക്ക് ഈശ്വരൻ എന്താണ്? ഓങ്കാരമാണ്. ആ ഓങ്കാര പൊരുളാണ് അദ്ദേഹത്തിൻ്റെ തന്നെ മായയാൽ ശരീരമെടുത്ത് കൃഷ്ണനായി അവതരിച്ചത്. അപ്പോൾ കൃഷ്ണൻ ആരാണ്? പരബ്രഹ്മമാണ്, ഓങ്കാരപ്പൊരുളാണ്, നാദബ്രഹ്മമാണ്, നിത്യ ചൈതന്യമാണ്, മോക്ഷദായകനുമാണ്. ഓങ്കാര പൊരുളായി നാദബ്രഹ്മമായി. നാദമാണ് ഭഗവാൻ. നമുക്കൊക്കെ ഒരു നാമം ഇങ്ങനെ പറയണമെങ്കിൽ ആ ഭഗവാന്റെ കൃപ തന്നെ വേണം. അപ്പോൾ നമുക്ക് നന്നായി ആസ്വദിക്കാൻ പറ്റും. നാദം, ഇതൊക്കെ നാദങ്ങളാണ്, ഇതെല്ലാം പരമാത്മാവാണ്. ഓങ്കാര പൊരുളായി നാദബ്രഹ്മമായി നിത്യ ചൈതന്യമായി മോക്ഷദായകനായി. ഓങ്കാര പൊരുളായി നാദബ്രഹ്മമായി നിത്യ ചൈതന്യമായി
മോക്ഷദായകനായി. നാരായണ നാരായണവും ഹരി ഹരി നാരായണ നാരായണവും നാരായണ നാരായണവും ഹരി ഹരി നാരായണ നാരായണവും. ദുഃഖിതർക്കാശ്രയമായി വിഗ്രഹമെടുത്തവനേ ലോകപാലകനേ എന്നും ഉള്ളത്തിൽ വസിക്കണമേ. അപ്പോൾ ദുഃഖിക്കുന്നവർക്ക് ആശ്രയമായാണ് ഭഗവാൻ ഇവിടെ രൂപമെടുത്തത്. പരമാത്മാവിന് അരൂപിയായിരിക്കുന്ന ഈശ്വരന് ഇവിടെ രൂപമെടുക്കാൻ കാരണം ഇവിടെ ഈ ഭൂമിയിൽ ഒരുപാട് ദുഃഖിതരുണ്ട്. ശത്രുക്കളെ കൊണ്ട് ദുഷ്ടന്മാരെ കൊണ്ട് നിറഞ്ഞിട്ട് സാധു ഭക്തന്മാർക്കൊന്നും ജീവിതമില്ലാതെ കഷ്ടപ്പെടുന്നത് ഓർത്തിട്ടാണ് ഭഗവാനടുക്കൽ വേദനയും വിഷമങ്ങളും പരാതികളും അപേക്ഷകളും ചെന്ന് അത് ഭൂമി ദേവിയുടെയും ദേവന്മാരുടെയൊക്കെ അങ്ങനെ ദുഃഖിക്കുന്നവർക്ക് ആശ്രയമായി. ദുഃഖിതർക്കാശ്രയമായി വിഗ്രഹമെടുത്തവനേ ശരീരമെടുത്തവനേ ലോകപാലകനേ എന്നും ഉള്ളത്തിൽ വസിക്കണമേ. അങ്ങനെ ലോകത്തെ പാലിക്കാൻ വന്ന ഭഗവാനേ അവിടുന്ന് നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളത്തിൽ വസിക്കണമേ എന്ന് നമ്മൾ നിത്യേന പ്രാർത്ഥിക്കണം. ഇത് ഇങ്ങനെ പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ് ഇത്. മക്കളെ, നിങ്ങൾ ഇന്ന് അങ്ങോട്ട് കേൾക്കും, അതങ്ങ് കളയും. നാളെ വേറൊന്ന് കേൾക്കും, അതങ്ങ് കളയും. ഇങ്ങനെ കളയരുത്. ഇതൊക്കെ ഞാൻ എന്നതെന്ന് വെച്ചാൽ പറഞ്ഞു തരുന്നത്, എനിക്ക് ഇഷ്ടപ്പെട്ട പല നാമങ്ങളും പലരും പണ്ടോ എപ്പോഴോ പാടുന്നത് ഇപ്പോഴും ഞാൻ എഴുതിയെടുക്കും. എനിക്കിഷ്ടമാണ്. എത്ര ഞാൻ പെട്ടെന്ന് വരി നിർത്തി ഈ യൂട്യൂബിൽ ഇങ്ങനെ ഓരോരുത്തർ ചെല്ലുമ്പോൾ അങ്ങനെ എനിക്ക് എഴുതിയെടുക്കണം. എന്നിട്ട് എനിക്കത് കിട്ടിയില്ലെങ്കിൽ ഈ ലോകത്ത് എനിക്ക് ഒന്നും വേണ്ട. എന്നാലോ ഇങ്ങനെയുള്ള ഭഗവാന്റെ ഓരോ നാമങ്ങൾ കേട്ടാൽ എനിക്ക് കിട്ടിയില്ലെങ്കിൽ എനിക്ക് അത്രമാത്രം വിഷമമാണ്. അത് എടുത്തിട്ട് എനിക്ക് അങ്ങോട്ട് ചൊല്ലണം, തനിയിരുന്നങ്ങ് ചൊല്ലണം. ഇതൊക്കെയാണ് എനിക്കിഷ്ടം. അപ്പോൾ ഈ ഈ പൊതുവേ ഈ ഇഹലോകത്തിലെ യാതൊന്നും എനിക്ക് ആർത്തിയില്ല, ഒന്നും വേണ്ട. ഇതൊക്കെയാണ് എൻ്റെ ഇഷ്ടം. അതുകൊണ്ട് നിങ്ങളും ഇതുപോലെ ദുഃഖിതർക്കാശ്രയമായി വിഗ്രഹമെടുത്തവനേ ലോകപാലകനേ എന്നും ഉള്ളത്തിൽ വസിക്കണമേ. നാരായണ നാരായണവും ഹരി ഹരി നാരായണ നാരായണവും നാരായണ നാരായണവും ഹരി ഹരി നാരായണ നാരായണവും. എല്ലാവർക്കും എൻ്റെ വിനീതമായ പ്രണാമം. ഓം ലോകാ സമസ്ത സുഖിനോ ഭവന്തു. എല്ലാവർക്കും നന്മയുണ്ട് നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് ഭാഗവതം വായിക്കാം. ഇനി നമ്മളിന്ന് വൽക്കലവധമാണ് വായിക്കാൻ പോകുന്നത്. ഞാനത് കഴിഞ്ഞ വർഷം വായിച്ചു. എന്താ വായിച്ചെന്ന് പറഞ്ഞാൽ എനിക്ക് ഓർമ്മയൊന്നുമില്ല. ഇപ്പോൾ ഒന്നും കൂടെ മനസ്സിൽ തോന്നുന്നത് എനിക്കിതിൻ്റെ അർത്ഥങ്ങൾ, കാരണം കഥകളൊന്നും എനിക്കെന്നെ അറിയില്ല. പിന്നെ ആത്മീയമായിട്ട് പറയുന്നത് ഞാൻ എൻ്റെ അനുഭവം കൊണ്ട് പറയുന്നതാണ്. നമുക്ക് എന്തായാലും ഭഗവാൻ ഇത്രയും നമ്മൾ വായിച്ചുകൊണ്ട് കഴിഞ്ഞ പ്രാവശ്യം കരുതെന്താ, ഓരോ ദുഷ്ടന്മാരിങ്ങനെ വരിക, അവരെയൊക്കെ വധിക്കുക, ഭഗവാൻ ലോകത്തെ ദുഃഖിക്കുന്നവർക്ക് വേണ്ടി ഭഗവാൻ ഇങ്ങനെ അവതരിച്ചു നമ്മളെയൊക്കെ സംരക്ഷിക്കാൻ. ദുഷ്ടനിഗ്രഹങ്ങൾ ഒരുപാട് നടത്തി. അത് നമ്മൾ വായിച്ചു. ഭഗവാൻ അങ്ങനെ സന്തോഷമായിട്ട് അഖില ജനം അഴകിലുണ്ട് കൃഷ്ണനെ വാഴ്ത്തിനാൽ എല്ലാവരും വാഴ്ത്തി ആനന്ദത്തോടെ വസിച്ച് എല്ലാവരും ഭഗവാൻ ഒരുപാട് ദുഷ്ടന്മാരെയൊക്കെ വധിച്ചിട്ട് എല്ലാവരും സന്തോഷത്തോടെ ജീവിക്കുന്നു. അങ്ങനെ ഇരുന്നു. ഇനി വൽക്കലവധമാണ്. നമുക്ക് വായിച്ച് നോക്കാം എന്താണെന്ന്. ഞാൻ എല്ലാം വായിച്ചില്ല, കുറച്ച് ഇന്നിപ്പോൾ വായിക്കത്ത കൊണ്ട് വായിച്ചതേ ഉള്ളൂ. അതിൻ്റെ അവസാനം വരെ വായിച്ചത് എന്തെന്ന് അറിയുള്ളൂ. തതനു കുരുവരരുമധ ശമനസുതനാദിയും തമ്മിൽ കലഹം അടുത്തത് കാൺകയാൽ കലിഹരണനാമല അതിരാമനും അൻപോട് ആനന്ദമോട് തീർത്ഥങ്ങൾ ആടിടുവാൻ പരിചോട് ഗമിച്ചിതു. കൽമഷനാശന പുണ്യ തീർത്ഥങ്ങളും ആടി വഴിപോലെ. അതായത് ഈ ബലരാമൻ്റെ കാര്യം പറയാം. ബലരാമൻ എന്ത് വന്നു? തതന് കുരുവരും അത ശമനസുതനാദിയൊക്കെ എന്താ തമ്മിലിങ്ങനെ കലഹങ്ങളിങ്ങനെ കണ്ട് ഇനി ഇങ്ങനെ കലഹങ്ങൾ ഒത്തിരി കണ്ടല്ലോ. അപ്പോഴെന്ത് വന്ന് കലിഹരണം, കലിയെ ഹരിക്കുന്ന അമരാതി രാമൻ അൻപോഴെന്ത് വന്ന് അൻപോട് ആനന്ദമോട് തീർത്ഥങ്ങളാണ്. ഇതൊന്നും കാണാനൊന്നും കേൾക്കാനൊന്നും വയ്യ. ഇനി ഈ കലിയൊക്കെ ഇല്ലാതാക്കണം, കലിഹരണം അതിനെയൊക്കെ നശിപ്പിക്കാൻ വേണ്ടി വേണം തീർത്ഥങ്ങളാടാൻ പോകണം. ഒത്തിരി ദുഃഖ ദുരിതങ്ങളും പലരെയും വധിച്ചും ഇങ്ങനെയൊക്കെ ആയി.
ഇദ്ദേഹത്തിന് തോന്നി ഇനി ഇതൊക്കെ കാണാനും കേൾക്കാൻ നിൽക്കണ്ടാതെ എല്ലായിടവും ചുറ്റി കറങ്ങി ഗംഗയിലും യമുനയിലും എവിടേക്കോ മുങ്ങി കുളിച്ച് തീർത്ഥങ്ങളൊക്കെ ആടി സന്തോഷമായിട്ട് ഗമിച്ച് പോവുക. അങ്ങനെ പോകാനായിട്ട് കൽമഷനാശന പുണ്യതീർത്ഥങ്ങളും ആടി വഴി പോലെ കൽമഷങ്ങളെ നശിപ്പിക്കുന്ന തീർത്ഥങ്ങളാടുമ്പോൾ നമുക്ക് എന്തെല്ലാം പാപങ്ങളുണ്ടോ അതൊക്കെ എന്ത് ചെയ്യണം, ഇങ്ങനെ പുണ്യതീർത്ഥങ്ങളിലൊക്കെ പോയി ഭഗവാനെ ഭജിച്ചും ഒക്കെ വരുമ്പോൾ ഇതൊക്കെ നാശിച്ചു പോകാം. നാശങ്ങളൊക്കെ അതായത് ഈ പാപങ്ങളെല്ലാം പോകും. അങ്ങനെ വിമല മുനി അപ്പോഴെന്ത് വന്നു, വഴിപോലെ ഇങ്ങനെ തീർത്ഥങ്ങളൊക്കെ ആടാനായിട്ട് ഇതേ പോയി. അപ്പോഴെന്ത് വന്നു, വിമല മുനി ജനമതു വസിക്കുന്ന മംഗല വന്ദിത നൈമിഷാരണ്യത്തിൽ രാമനും ഗമനമതു ചെയ്തത് കണ്ടു മുനിവരർ ഗാഠമോദം രാമനെയും വഴിപോലെ പരിചിനോട് സൽക്കരിച്ചത്ര പാർപ്പിച്ചിതു. അങ്ങനെ ഇദ്ദേഹം പുണ്യതീർത്ഥങ്ങൾക്ക് ആടിയാടി വഴിപോലെ പോയിട്ട് എവിടെ ചെന്നു, വിമല മുനിജനങ്ങൾ വസിക്കുന്ന മംഗലവന്ദിത നൈമിഷാരണ്യത്തിൽ ചെന്നു. ഒരുപാട് മുനിമാർ കഴിയുന്ന നൈമിഷാരണ്യം എന്ന് പറഞ്ഞാൽ അങ്ങനൊരു ആരണ്യം വെച്ചാൽ ഒരു വനം പോലെ ഈ ഭക്തന്മാർ മുനികൾ വസിക്കുന്നിടമാണ്. അത് വിമല മുനിജനങ്ങൾ നല്ല നിർമ്മലാത്മാക്കളാകുന്ന മുനിജനങ്ങൾ വസിക്കുന്ന സ്ഥലത്തേക്ക് തന്നെ രാമൻ അവിടെ ചെന്നെത്തി. അങ്ങനെ ഗമനം അത് ചെയ്ത് കണ്ട് ഈ മുനിവരെന്ത് പോയി, ഗാഠമോദം അദ്ദേഹത്തെ വഴിപോലെ പരിചിനോട് സൽക്കരിച്ച് പാർപ്പിച്ചു. സന്തോഷത്തോടെ ഗാഠമോദം കെട്ടിപ്പുണർന്ന് സന്തോഷമായി. രാമനല്ലേ ചെന്നിരിക്കുന്നത്, അനന്തനല്ലേ, ഭഗവാന്റെ കൂടെ എപ്പോഴും ഉള്ള അനന്തനല്ലേ, ഭഗവാൻ എങ്ങനെയാണ് അത് തന്നെയാണ് രാമനും. അതുകൊണ്ട് അവർ സൽക്കരിച്ച് ആനന്ദിച്ച് ഗാഠം പുണർന്ന് അവരെ പാർപ്പിച്ചു. അതു പൊഴുതു വിഗത ഭയ സകല മുനി മധ്യകേ തത്ര വീരാസനെ സൂതനിരിപ്പതും പരിചിനോട് കണ്ടു കോപിച്ചു ഹലായുധൻ പാർത്തിവണ്ണം നിജമാനസേ ചിന്തിച്ചാൻ. ഇങ്ങനെ ഇരിക്കുന്നത് മനസ്സിൽ ചിന്തി, എങ്ങനെ ഇരിക്കുന്നത്, ഇദ്ദേഹത്തെ നല്ലപോലെ സൽക്കരിച്ചിരുത്തി. അപ്പോൾ കണ്ടു ഒരു ഭയം കൂടാതെ, വിഗത ഭയം, യാതൊരു ഭയവും കൂടാതെ സകല മുനികളുടെ മധ്യത്തിൽ വീരാസനത്തിൽ ആരിരിക്കുന്നു, സൂതനിരിക്കുന്നു. അത് പരിചിനോട് കണ്ടു ഇഷ്ടക്കേട് വന്നു. ഹലായുധൻ വെച്ചാൽ ബലരാമന്, ഹലം ആയുധമായുള്ളവനാണ് ഹലായുധൻ, കലപ്പ ആയുധം, അതാണ് ഹലായുധൻ എന്ന് രാമനെ വിളി. ശാർംഗധരായുധൻ എന്ന് വെച്ചാൽ ഭഗവാൻ വില്ല് ധരിച്ചവൻ, അതുപോലെ കലപ്പ ആയുധമായിട്ടുള്ള ഹലായുധൻ. അതുകൊണ്ട് ഇവിടെ ഇങ്ങനെ ഒരു ഭയം കൂടാതെ സകല മുനിമാരുടെ മധ്യത്തിൽ ഇങ്ങനെ വീരാസനെ ഇങ്ങനെ സൂതനിരിക്കുന്ന കണ്ടപ്പോൾ ഈ ഹലായുധന് ബലരാമന് ദേഷ്യം വന്നു. പാർത്തിവണ്ണം നിജമാനസയെ ചിന്തിച്ച്, എന്താ ഇവൻ ഇങ്ങനെ അനങ്ങാതെ, എന്നെ കണ്ടിട്ടൊന്നും എഴുന്നേക്കാതെ അനങ്ങാതെ ഇങ്ങനെ ഇരിക്കുന്നു, മറ്റുള്ള മുനിമാരെല്ലാം എന്നെ നന്നായി സൽക്കരിച്ചു വന്ദിച്ചു ഗാഠം പുണർന്നു സ്വീകരിച്ചിരുത്തി പാർപ്പിച്ചു, പക്ഷെ എന്തുകൊണ്ട് ഇദ്ദേഹം ഇങ്ങനെ തന്നെ ഇരിക്കുന്നത് ഓർത്ത് ഇങ്ങനെ ഈ ബലരാമൻ കോപിച്ച് നിജമാനസെ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്, എന്താ ഇവൻ ഇങ്ങനെ. അപ്പോൾ ഈ സൂതൻ സത്യത്തിൽ ആരാ നമുക്കറിയാം, വേദവ്യാസ മഹാമന്റെ ശിഷ്യനാണ്. അദ്ദേഹം യഥാർത്ഥമായ ജ്ഞാനിയാണ്, ആരെ കണ്ട എഴുതേണ്ട കാര്യവുമില്ല, പരമഗുരുവിന് തുല്യമാണ്. അതുകൊണ്ട് ഇങ്ങനെയൊക്കെ ഇദ്ദേഹം ബലരാമൻ ഇങ്ങനെയൊക്കെ ഒന്ന് ചിന്തിച്ചു. കാരണം എല്ലാ മഹർഷിമാരാണല്ലോ വലിപ്പം, അങ്ങനെയാണ് ചിന്തിക്കുന്നത്. അതുകൊണ്ട് അവരെല്ലാം എന്നെ ഇത്രയും സ്വീകരിച്ചപ്പോൾ ഈ സൂതൻ എന്തുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നു, ഒരു ഭയവും കൂടാതെ, ഞാൻ ആരാണ്, ഞാൻ കേമനല്ലേ, ബലരാമനല്ലേ, എല്ലാവരും ശക്തിമാനല്ലേ, അങ്ങനെയുള്ള എന്നെ കണ്ട് ഒരു ബഹുമാനവും ഇനിയും ഒന്നും കാണിക്കാതെ ഇങ്ങനെ ഇരിക്കുന്നത് എന്താണെന്ന് അദ്ദേഹം ചിന്തിക്കുന്നത്. സകല മുനി സദസി വീരാസനെ സൗഖ്യമായി സംശയമെന്നി വാഴുന്നൊരു സൂതജൻ അധമനിവൻ ഏറ്റവും കഷ്ടം, ഇത് അത്ഭുതം. അപ്പോൾ ഈ സകല മുനി സദസി, ഇത്രയും മുനിമാരുടെ സദസ്സിൽ ഇങ്ങനെ വീരാസനെ സൗഖ്യമായി സംശയമെന്നി നത്ത സുഖത്തോടുകൂടി നല്ല ആസനത്തിൽ ഇങ്ങനെ ശ്രേഷ്ഠമായ വീരാസനം, ചില വീരവാനായ, അത് അത്ര മാഹാത്മ്യമുള്ളവൻ ഒക്കെ ഇരിക്കാനുള്ള ഇരിപ്പോഴാണ് വീരാസനം. അങ്ങനെ സൗഖ്യമായി ഇങ്ങനെ കഴിയണമെങ്കിൽ സംശയമെന്നി, ഒരു സംശയം കൂടെ ഇങ്ങനെ വാഴുന്നൊരു ഈ സൂതജൻ അധമനാണ്, അവൻ ഏറ്റവും കഷ്ടം, ഇത് അത്ഭുതം. എന്താ അങ്ങനെ അധമൻ എന്ന് പറയാൻ കാരണം, ബലരാമനെ കണ്ടിട്ട്
ഒന്നും അനങ്ങിയില്ല, എണീറ്റില്ല, ആദരിച്ചില്ല, ബഹുമാനിച്ചില്ല, ഒരു പ്രത്യേകത ഉണ്ടായില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ വീരാസനത്തിൽ എല്ലാ മുനിമാരുടെയും ഇടയിലിങ്ങനെ മധ്യത്തിലിങ്ങനെ കഴിഞ്ഞുകൂടുന്ന ഈ സൂതജൻ വെറും അധമനാണ്. ഇവൻ ഏറ്റവും കഷ്ടം, ഇത് അത്ഭുതമായിരിക്കുന്നല്ലോ. ആധിക്യവും സൂതസാരഥ്യമേ ഉള്ളൂ. അമൃത മഥനാന്തരെ അപ്സരസാങ്കണേർ ഉച്ചൈശ്രവോ ഇത് ജാത കുലോദ്ഭവൻ. ഇവൻ ഇവിടെ സൂതനാകുന്നതെന്നും ചിലര് നിശ്ചയം ചൊല്ലും, ചിലരത് നിൽക്കട്ടെ. എന്നുവെച്ചാൽ അത്രയൊക്കെ പറയുന്നു. ഓരോരുത്തർ എന്താ പറയുന്നത്, എന്നാ ഇതൊന്നും മതി, ഇത് ഇത്രയേ പറയുന്നുള്ളൂ, ഇനി പറയേണ്ടതൊക്കെ നിൽക്കട്ടെ, എന്തിനാ അതൊക്കെ പറഞ്ഞിട്ട് കാര്യം. അതുകൊണ്ട് എന്താ ഇദ്ദേഹം പറഞ്ഞത്? ആധിക്യവും സൂതസാരഥ്യമേ ഉള്ളൂ. അമൃത മഥനാന്തരെ, അതായത് പാലാഴിയിൽ അമൃതിന് വേണ്ടി കടഞ്ഞല്ലോ, മഥനം ചെയ്ത്, അപ്പം മഥിച്ച് അമൃതിന് വേണ്ടി ഈ പാലാഴി കടഞ്ഞപ്പോൾ അപ്സരസാങ്കണയിൽ ഉച്ചൈശ്രവോ ഇത് ജാത കുലോത്ഭവനായിട്ട് അവിടെ ഇങ്ങനെയുള്ള ആ ഉച്ചൈശ്രവസിനോടൊപ്പമുണ്ടായ വംശത്തിൽ പിറന്ന ആണ് എല്ലാവരും പറയുന്നത് ഈ സൂതൻ. അങ്ങനെയുള്ള ഇവൻ ഇവിടെ ഇങ്ങനെ സൂതനാകുന്നത് എന്നും ചിലർ നിശ്ചയം ചൊല്ലി, ഇതൊക്കെ ഓരോരുത്തരിങ്ങനെ പറയുന്നു, നിശ്ചയിച്ച് പറയുന്നു, ചിലരൊക്കെ പറയുന്നു. എന്നാൽ അതവിടെ നിൽക്കട്ടെ, ഇത്രയൊക്കെ ചിന്തിച്ചിട്ട് ഇനി അത് എന്തോ ആവട്ടെ എന്ന് പറഞ്ഞിട്ട് അനവധി വിവേകവേദങ്ങൾ സമസ്തവും ആരാഞ്ഞു പാർത്തതിൻ സാരം ഓരോ തരം വടിവട് ഗ്രഹിച്ചൊരു ബുദ്ധിമാനാം ഇവൻ വ്യാസന ശിഷ്യനിവ സകലം വൃഥ. ഇത്രയൊക്കെ ഓരോ രീതിയിൽ വടിവട് ഗ്രഹിച്ച് എന്തൊക്കെ പിടിച്ചു? അനവധി വിവേകവേദങ്ങൾ, അല്ല അറിവ് കിട്ടുന്ന വേദങ്ങളും ശാസ്ത്രങ്ങളും സമസ്തവും ആരാഞ്ഞു പാർത്ത് എവിടെല്ലാം എന്തെല്ലാം ഉണ്ടോ അതൊക്കെ തിരക്കി പിടിച്ച് കണ്ടുപിടിച്ചൊക്കെ മനസ്സിലാക്കിയവനാണ്. ഓരോ രീതിയിലുള്ള എല്ലാ വേദപുസ്തകങ്ങളൊക്കെ കാണപ്പണം പഠിച്ച് വൃത്തിയായിട്ട് ഇരിക്കുന്ന വടിവോട് എല്ലാം അതിൻ്റേതായ രീതിയിൽ തന്നെ ഗ്രഹിച്ച ഈ ബുദ്ധിമാനാണ് ഇവൻ. വ്യാസൻ്റെ ശിഷ്യനാണ്. എന്നാലോ ഇതൊക്കെ വെറുതെയാണ്. ഇത്രയൊക്കെ പഠിച്ചവൻ ഇങ്ങനെയാണോ വേണ്ടത്? ആരും വന്നാന്ന് എഴുതേക്കണ്ടേ, ബഹുമാനിക്കണ്ടേ? ഇതുകൊണ്ടാണ് പറയുന്നത് ഇതൊക്കെ വെറുതെ. ഇത്രയൊക്കെ പഠിച്ചവനാണ് ഇവൻ, എന്നാലോ ഇതെല്ലാം വെറുതെ, വൃഥ. നയം വിനയം ഇവന് നഹി, ഇവന് നയം ഇല്ല, വിനയമില്ല, ഇവന് ധർമ്മമില്ലോട്ടും ഒരു ധർമ്മവും ഇല്ല. നമ്മയും ഏതും ബഹുമാനമില്ല, നമ്മെ കണ്ടെന്ന് ഒരു ബഹുമാനവും കാണിച്ചില്ല. അതുകൊണ്ട് ഇതൊക്കെ വെറുതെയാണ്. എത്രയ്ക്കോ എന്തൊക്കെയോ പഠിച്ചു, ആരാഞ്ഞ് തിരക്കി വടിവോടൊത്ത് തന്നെ പഠിച്ചൊക്കെ എടുത്ത്, പക്ഷെ ഇതൊക്കെ വെറുതെ ആയി പോയല്ലോ. പഠിച്ചിട്ട് എന്താ കാര്യം? പഠിച്ചത് കൊണ്ട് കാര്യമുണ്ടോ? അത് വിനയമൊക്കെ കാണിക്കണ്ടേ? വിനയവും നയവും ധർമ്മമൊക്കെ വേണ്ടേ? ഇതൊന്നും ഒരു ബഹുമാനം ഇല്ലാത്തവൻ പഠിച്ചിട്ട് എന്താ കാര്യം? ഇതൊക്കെ വെറുതെ ആയിപ്പോയി. അതുകൊണ്ട് എല്ലാം ഇതൊക്കെ വെറുതെ, വൃഥ. നയവിനയം ഇവന് നഹി, ധർമ്മമില്ലൊട്ടും നഹി, ഇതൊന്നും ഇല്ല. നമ്മയും ഏതും ബഹുമാനമില്ല, നമ്മെ കണ്ടൊന്നും ഒരു ബഹുമാനം കൂടെയില്ല. സകല ജനപൂജ്യരായുള്ള ജനങ്ങളും സാധുമാർഗം ബഹുമാനിപ്പൂ നമ്മയും. സകല ജനപൂജ്യരായുള്ള ജനങ്ങൾ പോലും സാധുമാർഗം, ഭക്തിമാർഗം, നല്ല സാധു ഭക്തന്മാരൊക്കെ എന്നെ ബഹുമാനിക്കുന്നു, ഈ ബലരാമനെ. എന്നിട്ട് ദമരഹിതനിവൻ അധിക ദുരിതം ഇത് ചെയ്കയാൽ. അപ്പോൾ ഇത്ര അധികമായിരിക്കുന്ന ഈ ദുഷ്പ്രവൃത്തി വിനയമോ ബഹുമാനമോ ആദരിക്കുക ഒന്നും ചെയ്യാത്തതുകൊണ്ടാണ് ഇവൻ ദമരഹിതം, യാതൊരു ഗുണങ്ങളും ഇല്ല, ദമരഹിത ഇവൻ. അതോ അധിക ദുരിതം ഇത്രയെല്ലാം കാണിച്ചപ്പോൾ ഇത്ര ദുരിതപ്പെട്ട ഈ രീതി, വിനയമില്ലാത്തയും അഹങ്കാരപ്പെട്ട ഈ രീതി ചെയ്യുകയാൽ ദുഷ്ടൻ ഇവൻ, അതിനില്ല ഒരു സംശയം. ഇവൻ എന്തൊക്കെ പഠിച്ചിട്ട് ഒരു കാര്യമില്ല, ഇവൻ അഹങ്കാരിയായ ദുഷ്ടനാണ് എന്നാണ് ഇവിടെ ഈ ബലരാമൻ ഈ ശിഷ്യന് അതായത് വേദവ്യാസ മഹാമുനിയുടെ ശിഷ്യനായ ഈ സൂതൻ ഇങ്ങനത്തെവനാണെന്നാണ് ബലരാമൻ പറയുന്നത്. എന്നിട്ടോ കലികലുഷ ശീലരെ നാശമാക്കിയിടുവാൻ കോപ്പിട്ട് വന്നു പിറന്നു ഞാൻ ഇപ്പോഴേ ഇവനേഹ കൊല്ലുവനെന്നുറച്ച് അൻപോട് ഈർഷയാ നല്ല കുശതൃണ അസ്ത്രത്തിനാൽ പരിചനോട് സൂതനെ കൊന്നോരനന്തരം. ഇങ്ങനെയെല്ലാം പറഞ്ഞിട്ട് ഇദ്ദേഹം ദേഷ്യം മാറുന്നില്ല. ബലരാമൻ അത്രയ്ക്ക് ദേഷ്യമാണ്. മഹാമുനികളെല്ലാം സൽക്കരിച്ച് വന്ദിച്ച് ഇത്രയ്ക്കും വീരാസനം ഇങ്ങനെ ഇരുന്ന ഈ സൂതൻ എന്നെ കണ്ടിട്ട് അഹങ്കാരത്തിൽ ഇങ്ങനെ ഇരുന്ന് അഹങ്കാരിയായിട്ട് ഇങ്ങനെ ഇരുന്ന് ഒരു വിനയമില്ല, ഒരു ബഹുമാനമില്ല, ആദരിച്ചില്ല. അതുകൊണ്ട് ഇവൻ ദുഷ്ടൻ, ഇവൻ അതിനുള്ള ഒരു സംശയവും. അതുകൊണ്ട് എന്ത് വന്നു? കലികലുഷശീലരെ, ഇങ്ങനെയുള്ളവരെ
കലി ഇങ്ങനെ ഈ കലി ബാധിച്ചിരിക്കുന്ന ഇതൊക്കെ അഹങ്കാരത്തിനാണ് കലി എന്ന് പറയുന്നത്. ഇത്രയും അഹങ്കാരികളായ കലുഷശീലരെ നാശമാക്കാനാണ് ഭഗവാൻ കൃഷ്ണൻ അവതരിച്ചത്. അതുകൊണ്ടാണല്ലോ. അപ്പോൾ കൂടെ അനന്തനായ ശേഷൻ, അതായത് ഈ ബലരാമൻ ഭഗവാനെ സഹായിപ്പാൻ കൂടെ വന്നതല്ലേ ജ്യേഷ്ഠൻ. അതുകൊണ്ട് കലികലുഷശീലരെ, ഇങ്ങനെ ദുഷ്ടന്മാരെ നാശമാക്കിടുവാൻ കോപ്പിട്ട് വന്ന് പിറന്നു ഞാൻ അങ്ങനെയാണ് ഇവിടെ വന്നത്. ബലരാമൻ പറയുന്നു, ഇങ്ങനെയുള്ള അഹങ്കാരികളായ ഇങ്ങനെ ഈ ശീലമുള്ളവരെ നാശമാക്കാനാണ് ഞാൻ ഇവിടേക്ക് വന്നത്. ഇവനെ കൊല്ലുവനെന്നങ്ങ് ഉറച്ച്, ഇവനെ ഞാൻ കൊല്ലും. ഇവൻ ഇത്ര അഹങ്കാരിയായിട്ട് എന്നെ കണ്ടവൻ എഴുന്നേറ്റില്ല, ബഹുമാനിച്ചില്ല, പിന്നെയോ ഒരു അതുകൊണ്ട് ഇവനെ കൊല്ലുവനെന്നുറച്ച അൻപോട് ഈർഷ്യയാ അത്ര ദേഷ്യത്തോടു കൂടി നല്ല കുശതൃണ അസ്ത്രത്തിൽ നിന്ന് ഈ തൃണം പുല്ല് കൊണ്ടുള്ള അസ്ത്രമുണ്ട് കൂർത്തിരിക്കുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്തു, പരിചനുണ്ട് സൂതനെ കൊന്നോര് അങ്ങനെ കൊന്നു കളഞ്ഞ്. അനന്തരം അപ്പം ഇത്രയും ദേഷ്യം വന്ന്, അതായത് ഇപ്പം ദേഷ്യം ആർക്കാണ്? സത്യത്തിൽ ബലരാമനാണ്. ഈ മഹാമുനിയുടെ ഇടയ്ക്ക് ഇരുന്ന സൂതന് വല്ല കുഴപ്പമുണ്ടോ? അദ്ദേഹം മാന്യമായിട്ട് അവിടെ ഇരുന്ന് സൽക്കരിച്ച് അവിടെ ഇരുത്തിയേക്കുക. വീരാസനത്തിൽ ബ്രഹ്മാസനത്തിൽ ഇരുത്തിയേക്കുക. എന്താ കാരണം? മഹാഗുരുവല്ലേ. ഈ മൊത്തവും നമുക്ക് പരീക്ഷത്തിന് കൊടുത്ത ഉപദേശങ്ങളെല്ലാം അദ്ദേഹം അല്ലേ നമുക്ക് തന്നേക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിനെ അങ്ങനെ സൽക്കരിച്ചിരുത്തിയ പിന്നെ അതിൻ്റെ താഴേക്കുള്ള, അതായത് ബലരാമൻ ഇങ്ങനെയുള്ള മറ്റൊരു കൊടുക്കാൻ പറ്റുന്നുണ്ടോ? ഈ പരമാത്മാവായ ഈശ്വരനെ അറിയാനും അറിയിപ്പിക്കാനും നമ്മൾ എന്തായിത്തീരും, നമ്മൾ ആരാണെന്ന് നമ്മളെ അറിയിക്കുന്നത് ആരാണ്? വേദവ്യാസ മഹാമുനിയുടെ ശിഷ്യനാണ്. ഈ വേദങ്ങൾ ഈ ഭഗവത് ഗ്രന്ഥങ്ങൾ, ഭഗവത്ഗീത, ഈ ഭാഗവതമൊക്കെ നന്നായി ഇതിൽ കൂടെ പറഞ്ഞു തന്നത് ആരാണ്? ആ പരമഗുരു പരമാത്മാവിന് തുല്യമല്ലേ. അപ്പോൾ അവിടെ ഈ ബലരാമനെ കണ്ട് എഴുതേക്കേണ്ട കാര്യമുണ്ടോ? ബലരാമൻ പോലും ഇവിടെ വന്ന് ഇതൊക്കെ മനസ്സിലാക്കേണ്ട ആളാണ്. ഭൂമിയിൽ ആര് വന്നാലും ഇതൊക്കെ പഠിക്കണം, എന്നാലേ അത് ബ്രഹ്മത്തെ അറിയാൻ പറ്റൂ. അങ്ങനെ ഉള്ളതുകൊണ്ടാണ് മഹാമുനി എഴുന്നേക്കാഞ്ഞത്. കാരണം എഴുന്നേക്കേണ്ട കാര്യമില്ലാഞ്ഞിട്ടാ. അദ്ദേഹം ഇത് നമുക്ക് വായിക്കും മനസ്സിലാകും. അങ്ങനെ ഇദ്ദേഹം അങ്ങനെ കോപിച്ച് എന്ത് ചെയ്ത് കലിവെടുത്ത് ബലരാമനാണ് ഇപ്പം ദേഷ്യം, ഈർഷ്യ വന്ന അദ്ദേഹത്തിന്. ഈർഷ്യ നല്ല കുശതൃണ അസ്ത്രത്തിനാൽ പരിചനുണ്ട് സൂതനെ കൊന്ന്. അനന്തരം വന്ദിതരാം മുനിവൃന്ദം ദയാന്യതം മനസ്സി ബഹുപരവശതയാ കഷ്ടമാമിതം മാമുനിമാരും ഈ വണ്ണം പറഞ്ഞിതു. അവർക്ക് വിഷമമായി. മഹാമുനിമാരുടെ ഇടയ്ക്ക് വെച്ച് ഇത്രയും ഒരുപാട് മുനിവൃന്ദമുണ്ട്. അവിടെ കൂട്ടത്തോടെ മുനിമാരുണ്ട്. അവർക്ക് ദയ തോന്നിയിട്ട് പറഞ്ഞു, മനസ്സിൽ ബഹുപരവശത, അവരുടെ മനസ്സ് വിഷമിച്ച് പരവശപ്പെട്ട് കഷ്ടമാമിതം മാമുനിമാർ ഈ വണ്ണം പറഞ്ഞു. എല്ലാവരും ചേർന്ന് പറഞ്ഞു, വന്ദിതരാ മുനിവൃന്ദം, വന്ദിക്കുന്ന മുനിമാരെല്ലാം പറഞ്ഞു ഇത് കഷ്ടമായിപ്പോയി എന്ന് പറഞ്ഞു. ബഹുപരവശപ്പെട്ടാണ് പറഞ്ഞത്. ബലനോടഥ സകല മുനിവരനും അരുളി ചെയ്തതു. അങ്ങനെ ഈ ബലരാമനോട് ഇങ്ങനെ സകല മുനികളും, എത്ര മുനിമാരുണ്ടോ അവരെല്ലാവരും ഒരേ സ്വരത്തിൽ തന്നെ പറയുന്നു, ഇത് കഷ്ടമായിപ്പോയി, എന്താ ഇതിങ്ങനെ ദയോടുകൂടി തന്നെ പറഞ്ഞു. ബ്രഹ്മാസനം ഞങ്ങൾ സൂതനം നൽകിനാർ. ഈ വീരാസനം അവിടെ ഇങ്ങനെ അനങ്ങാതെ ഇരുന്നു, ഇയാളെ കണ്ട് ബഹുമാനിച്ചില്ല എന്നൊക്കെ പറഞ്ഞത് കൊണ്ടാണല്ലോ ഇത് ചെയ്തത്. അതുകൊണ്ട് ഈ മുനിമാർ പറഞ്ഞു, ബ്രഹ്മാസനം ഞങ്ങൾ സൂതനം നൽകിന. എന്താ ബ്രഹ്മാസനം? പരമാത്മാവല്ലേ ബ്രഹ്മം. ആ ബ്രഹ്മമായിട്ടല്ലേ ഇദ്ദേഹത്തിനെ കാണുന്നത് എല്ലാവരും. അപ്പം അതല്ലേ ഗുരു ബ്രഹ്മ, ഗുരു വിഷ്ണു, ഗുരു ദേവോ മഹേശ്വര, ഗുരു സാക്ഷാത് പരബ്രഹ്മമാണ്. അതാണ് ഇവിടെ കണ്ടത്. അതുകൊണ്ടാണ് ആ ഗുരുവിനെ ബ്രഹ്മാസനം കൊടുത്തത്. അത് വീരാസനം. അത് എല്ലാവർക്കും കിട്ടുന്ന ആസനമല്ല. ഒരു പരമാത്മാവായ ഈശ്വരന് തുല്യമായിരിക്കുന്ന ആ ബ്രഹ്മമായി തന്നെ ഇരിക്കുന്ന ഗുരുക്കന്മാർക്കാണത് ആവശ്യം, അല്ല അവിടെ മറ്റാരും കയറി ഇരിക്കാനല്ല. അതുകൊണ്ട് അദ്ദേഹത്തിന് ബ്രഹ്മാസനം ഞങ്ങൾ ഈ സൂതനം നൽകിനാർ. ധനുജരീപു മഹിത കഥ സതതം ചൊല്ലുവാൻ. എന്താണ് ധനുജരീപു മഹിത കഥ? മനസ്സിലായോ എന്താണെന്ന്? ധനുജരീപു എന്താണ്? ദാനവന്മാരെ, അതായത് ദൈത്യന്മാരുടെ രീപു, ശത്രു. ആരാ? ഭഗവാൻ കൃഷ്ണൻ. ഓർത്തു നോക്കൂ, ശരിയല്ലേന്ന്? ഈ ദുഷ്ടന്മാരുടെ ശത്രുക്കളായ, അതായത് ശത്രുവാണ് കൃഷ്ണൻ. കംസൻ്റെയും മല്ലന്മാരുടെയും ഇപ്പം ഈ എത്ര പേരെ ഇപ്പം വധിച്ചു, ശിശുപാലൻ, ഇങ്ങനെയൊക്കെ ഓരോരുത്തരുടെയും ശത്രുവാണ് ഭഗവാൻ. ആ ധനുജരീപു എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ധനുജരീപു ഭഗവാൻ കൃഷ്ണൻ്റെ മഹിത കഥ, ഭഗവാന്റെ മഹാത്മ്യമാകുന്ന കഥ
ഈ ഇത് എന്താ പറയുക, ഭാഗവതവും ഭഗവത്ഗീതയും ഇതൊക്കെ ഭഗവാന്റെ മാഹാത്മ്യമുള്ള കഥകളാണ്. സതതം അത് ചൊല്ലുവാൻ. എപ്പോഴും അത് ചൊല്ലുന്നത് ആരാണ്? ഈ ബ്രഹ്മാസനത്തിരിക്കുന്ന ഈ മഹാത്മാവായിരിക്കുന്ന ഈ സൂതനാണ്. അതുകൊണ്ടാണ് മഹാത്മാക്കളായിരിക്കുന്ന ഈ എന്താ പറയുക മഹർഷിമാർ, മുനിമാർ ഈ ആസനം ഈ ബ്രഹ്മാസനം കൊടുത്ത് അവിടെ ഇരുത്തിയേക്കുന്നത്. എന്തിനു വേണ്ടിയാണ്? ഭഗവാൻ കൃഷ്ണൻ്റെ കഥ കേൾക്കാനാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇത് വല്ലതും ബലരാമൻ അറിഞ്ഞിട്ടാണോ ചെയ്തത്? അത് അറിയണമെങ്കിൽ കുറച്ച് ഇതൊക്കെ മനസ്സിലാക്കണം, എന്നാലേ പറ്റൂ. അപ്പോൾ ബ്രഹ്മാസനം ഞങ്ങൾ സൂതന് നൽകിനാർ, ധനുചരിവു മഹിതകഥ സതതമത് ചൊല്ലുവാൻ ദീർഘായുസ്സും കൊടുത്തത് ഞങ്ങൾ അദ്ദേഹത്തിന് ദീർഘായുസ് കൊടുത്ത്. കുറേ നാൾ ഇത് തന്നെ താല്പര്യമുള്ള മക്കൾ പറയാം, അമ്മയ്ക്ക് ദീർഘായുസ് ഇരിക്കട്ടെ, അത് ചെയ്യട്ടെ, ഇത് ചെയ്യട്ടെ, നല്ല അമ്മ. എന്തൊക്കെ അഭിപ്രായങ്ങളാണ് ചില മക്കൾ പറയാ. കുറേ പേര് മറന്നുപോയി. ആദ്യമൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടിരുന്ന കുറേ മക്കൾ ഇപ്പം അതൊക്കെ വിട്ട്. കാരണം അവർക്ക് നിറകൂടെ തുളുമ്പുക അവരിൽ കൂടെ. അവർ മറ്റുള്ളവർ കൊടുത്തോണ്ടിരിക്കുക. അതുകൊണ്ടാണ് അവർ മടുത്തത്. അത് എന്നാൽ മടുക്കാൻ പാടില്ല. നിറകുടം തുളുമ്പിയാലും വീണ്ടും നിറഞ്ഞുകൊണ്ടിരിക്കണം. അപ്പോൾ നമ്മൾ എന്ത് വേണം? ഇപ്പോഴും എപ്പോഴും വായിച്ചും പറഞ്ഞും മനസ്സിലാക്കി കൃപ ഉള്ളിലേക്ക് ഇറക്കിക്കൊണ്ടിരിക്കണം. കിണറ്റിൽ വെള്ളം ഊറുക കോരുക, ഊറുക കോരുക. അപ്പോൾ എന്താ? കിണറ്റിലെ വെള്ളം കോരി തീർത്താൽ പിന്നെ അതിൽ ഊറണ്ടേ? നമ്മുടെ ഹൃദയം നിറഞ്ഞ് കവിയുമ്പോൾ നിറകുടം തുളുമ്പുന്നത് പോലെ നമ്മൾ മറ്റുള്ളവർക്ക് നിറകുടം തുളുമ്പി കൊടുക്കുമ്പോൾ നമ്മളെ കുടത്തിൽ കുറയും. വീണ്ടും നമ്മൾ നിറഞ്ഞുകൊണ്ടിരിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇത് വീണ്ടും വീണ്ടും ആവർത്തിച്ച് വായിച്ചും പറഞ്ഞും പ്രാർത്ഥിച്ചും ഇരുന്നെങ്കിലേ അല്ല നമ്മൾ കാലിയായി പോകും. നമ്മുടെ ഹൃദയം നിറഞ്ഞ കുടമൊക്കെ വെറും കൂടെ ആയിപ്പോകും. അതുകൊണ്ട് ഞാൻ നല്ല വാക്ക് പറയുന്നത്, എൻ്റെ പൊന്നു മക്കളെ, കിട്ടുമൊന്നും കളയല്ലേ. എപ്പോഴും നമ്മുടെ ശരീരം എപ്പോൾ വെടിയുന്നു അതുവരെ നമുക്കിത് വേണം. ഇന്ന് ഓരോരുത്തരും മടുത്തു പോകുന്നു. കഷ്ടം. നിറഞ്ഞ് തുളുമ്പുമ്പോൾ നമ്മൾ മറ്റൊരാൾ കൊടുക്കണം. അതുവരെ നമ്മൾ നേടണം. എപ്പോൾ നിറഞ്ഞ് കവിയുന്നു അപ്പോൾ നമുക്ക് മനസ്സിലാകും ഭഗവാനെ നമ്മുടെ ഉള്ളത്തിൽ പിടപ്പിക്കും. നീ കൊടുക്കൂ എന്നെ അങ്ങനെ പിടപ്പിച്ചു. ഒന്നും പഠിച്ചിട്ടില്ലാത്ത ഞാനാ എന്തൊക്കെയോ പറയുന്നു. അത് മതിയെന്നാണ് ഭഗവാൻ പറയുന്നത്. അതൊക്കെ കൊടുത്താൽ മതി, ഉള്ളത് കൊടുക്ക്. നമുക്കിപ്പം വിഭവസമർത്ഥമായ ആഹാരം ഇല്ലെന്ന് കരുതി ഉള്ള ആഹാരം വിശപ്പുള്ളവർക്ക് കൊടുക്കണ്ടേ? അല്പം ആഹാരമേ ഉള്ളൂ, വലിയ കറിയൊന്നുമില്ല. അത് വിശക്കുന്നവർക്ക് അമൃതാണത്. അപ്പോൾ അത് നീ കൊടുക്കുമെന്ന് എൻ്റെ ഉള്ളത്തിൽ കിടന്ന് പിടപ്പിച്ചു. അതുപോലെ നമുക്ക് എപ്പം പിടപ്പുണ്ടാകുന്നു അതുപോലെ നിറഞ്ഞില്ലെന്നാ അർത്ഥം. നിറഞ്ഞാലേ കൊടുക്കാൻ പറ്റൂ. നമ്മൾ നിറയാൻ ശ്രമിക്കുക. നിറഞ്ഞ് വരുമ്പോൾ ആ നിറയുന്ന കുടത്തിൽ നിന്ന് തുളുമ്പി പോകുമ്പോൾ അത് മറ്റുള്ളവരിലേക്ക് ഒഴുകണം. അപ്പോൾ നമുക്ക് വീണ്ടും വീണ്ടും നിറഞ്ഞുകൊണ്ടും ഇരിക്കണം. കാരണം ഒരാൾക്ക് കൊടുക്കുമ്പോൾ ഒന്ന് കുറയും, പിന്നെ അടുത്തയാൾക്ക് കൊടുക്കണം. അത് നമ്മളെപ്പോഴും നിറഞ്ഞുകൊണ്ടിരിക്കണം, മറ്റുള്ളവർ കൊടുത്തുകൊണ്ടിരിക്കണം. അങ്ങനെ നമ്മൾ നിറയുന്നത്. അതെപ്പോൾ ആവുന്ന ആ ലെവല് അത് ഇത് ചെയ്തുകൊണ്ടിരിക്കണം. നമ്മളെ ഭക്തി വർദ്ധിച്ചുകൊണ്ടിരിക്കണം. ഇത് അറിയാതെ കിടന്ന് കഷ്ടപ്പെട്ട് ചിലർക്കൊന്നും അറിയില്ല. അതുകൊണ്ട് ഞാൻ എടുത്തെടുത്ത് വീണ്ടും പറയുന്നു, കിട്ടുന്നൊന്നും പാഴിക്കളയരുതേ എന്നാണ്. അതുകൊണ്ട് ഇവിടെ പറയുന്നു, ഞങ്ങൾ ദീർഘായുസ് കൊടുത്തു. എന്തിനാ? ഭഗവാന്റെ ധനുചരിവു, ഭഗവാൻ കൃഷ്ണൻ്റെ മഹിത കഥ, ഭഗവാന്റെ ആ മഹാത്മ്യമേറുന്ന ആ കഥ സതതം എപ്പോഴും അത് ചൊല്ലുവൻ. ഇത് കേൾക്കണമെങ്കിൽ ഒരാൾ പറഞ്ഞെങ്കിലല്ലേ പറ്റൂ. അപ്പോൾ ആയുസ് ദീർഘായുസ് കൊടുക്കണ്ടേ മഹാമുനി? അതായത് ഈ സൂതന്, വേദവ്യാസ മഹാമുനിയുടെ ശിഷ്യനായ സൂതന് ആയുസ് കൊടുക്കണമേ എന്ന് അവർ പ്രാർത്ഥിക്കുന്നത് എന്തിനാ? ഇത് വീണ്ടും കേൾക്കണം അവർക്ക്. അതുകൊണ്ടാണ്. അപ്പോൾ എപ്പോഴും ഇത് കേൾക്കാൻ ദീർഘ ആയുസ്സും കൊടുത്തതോ ഞങ്ങൾ. ഈ മഹാത്മാക്കളായിരിക്കുന്ന ഈ മുനിമാർ ഈ വേദവ്യാസ മഹാന്റെ ശിഷ്യന് ദീർഘായുസ് നേർന്നുകൊണ്ടേയിരിക്കുകയാണ് ഇതെപ്പോഴും കേൾക്കാൻ. ബഹു സുഹൃതം ഇവനെ. അങ്ങനെ ബഹു സുഹൃതമുള്ള ഇവനെ ആരെയാണ്? ഈ സൂതനെ. നിങ്ങളുള്ള സൂതന് ബഹു സുഹൃതം, അനേക സുഹൃതം, ഒന്നും രണ്ടും അല്ല, പല അതായത് ഒരു സർവജ്ഞൻ എന്ന് പറയാം. ഏതിലും മാഹാത്മ്യം, ഏതിലും പ്രാവീണ്യം നേടുന്നവരാ ബഹു സുഹൃതം. അങ്ങനെ പലതിലും സുഹൃതം ഉള്ള ഇവനെ വിരവട് വധിക്കയാൽ, ഇങ്ങനെ നീ പെട്ടെന്ന് ഇങ്ങനെ വധിച്ചത് ബഹുമതിയുമായി വരാ, ദോഷവും വന്നത്. ഇത് ഒരു ബഹുമതിയും കിട്ടുകയില്ല. മുനിമാർ പറയുന്നു, ഈ വന്ദിച്ചൊക്കെ ഇരുത്തി എല്ലാമൊക്കെ ചെയ്തിട്ടാണല്ലോ ഇദ്ദേഹം ചെയ്തത്. ഈ മുനിമാർ നന്നായിട്ട് സൽക്കരിച്ചിരുത്തി
നല്ലതൊക്കെ ഗാഠം ആലിംഗനം ചെയ്തു ഒക്കെ ചെയ്തപ്പോഴാണ് ഒരാൾ എഴുന്നേറ്റില്ല, ഈ പിന്നെ സൂതൻ. അപ്പോഴാണല്ലോ വധിച്ചത്. അതുകൊണ്ട് മുനിമാർ പറഞ്ഞു, ഇങ്ങനെ ബഹുസുഹൃതം ഉള്ള ഇവനെ വിരവോട് നീ വധിക്കയാൽ ബഹുമതിയോ ഇല്ല, പിന്നെ എന്ത് വരും? ദോഷവും വരും. യാതൊരു ബഹുമതി ഇല്ലാതെ പോവും. ബലരാമനെ എല്ലാവരും കണ്ട് വന്ദിക്കുക എടുക്കുകയൊക്കെ ചെയ്യുന്ന ബലരാമനോട് യാതൊരു ബഹുമാനം ആർക്കും ഉണ്ടാകത്തില്ല. കാരണം ഗുരുനിന്ദയല്ലേ ചെയ്തത്. ഗുരുവിനെ വധിക്കുന്നത് ഗുരുനിന്ദയല്ലേ. മനസ്സുകൊണ്ടും വാക്കൊണ്ടും പ്രവൃത്തി കൊണ്ടും ചെയ്തുകൂടാ. ഒരു ഗുരു എന്ന് പറഞ്ഞാൽ എന്താണ്? എന്തെങ്കിലും ഒരു കാര്യം, എന്തെങ്കിലും വെച്ചാൽ ഈശ്വരങ്ങളിലേക്കുള്ള വഴി കാട്ടി കൊടുക്കുന്ന യഥാർത്ഥ ഒരു ഗുരുവിനെ പറ്റൂ. ആ ഗുരുവിന് യഥാർത്ഥത്തെ കണ്ടവനാ, പരമാത്മാനെ അറിഞ്ഞവനെ പരമാത്മാവിൻ്റെ വഴിയെ പറഞ്ഞു കൊടുക്കാൻ പറ്റൂ. അങ്ങനെ ഉള്ളൊരു ഗുരുവിനെ വാക്കുകൊണ്ടോ മനസ്സുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ നിന്ദിച്ചാൽ അതെല്ലാം വധമാണ്. മനസ്സുകൊണ്ട് ഇവൻ ശരിയല്ല എന്ന് പറയുന്നതും വധം തന്നെയാണ്. അത് പറയുന്നതും വധം തന്നെയാണ്. അവൻ കൊള്ളത്തില്ല, അവൻ കള്ളഗുരുവാ, അതും തെറ്റാ. പിന്നെയോ വധിക്കുന്നതോ പ്രവൃത്തി, അതും തെറ്റാ. എല്ലാം ഒരുപോലെ തന്നെയാണ്. അതുകൊണ്ട് അങ്ങനെ ഉള്ളത് എന്തുവരും? ഈ ബലരാമന് ബഹുമതിയും ഉണ്ടാവത്തില്ല, അതിൻ്റെ കൂടെ എന്തുവരും? ദോഷം വന്നത്. ഇത് മുനികൾ വചനം അത് കേട്ട് ഹലായുധൻ ഇമ്പമന്യെ പരാധീനനായി ചൊല്ലിന. അപ്പോൾ അദ്ദേഹത്തിന് ബോധോദയം വന്ന്, അപ്പോഴാണ് ഉള്ളത്തിൽ കത്തിയത്. അപ്പോൾ ഹലായുധൻ എന്ന് വെച്ചാൽ കലപ്പ ആയുധമായുള്ളവനാണ് ഹലായുധൻ. ശാർംഗവരായുധൻ എന്ന് വെച്ചാൽ എന്താണ്? ഭഗവാൻ കൃഷ്ണനെ ശാർംഗം വില്ല് ധരിച്ചവൻ. അതുപോലെ ഇവിടെ കലപ്പ ആയുധമായുള്ളവന് ബലരാമൻ. ഈ മുനികളുടെ വചനം വാക്കൾ കേട്ടപ്പോൾ, ഇത്രയൊക്കെ പറഞ്ഞപ്പോൾ ഈ ബലരാമന് എന്ത് വന്ന്? ഇമ്പമന്യെ പരാധീനയായി പരാധീനനായി വിഷമിച്ചു പറയുന്നു, കരുണയൊടു മമ ദുരിത ശമമതിനു നിങ്ങളും കൽപ്പിച്ചതെല്ലാമേ ചെയ്യുന്നതുണ്ട് ഞാൻ. കരുണയോട് മമ, എൻ്റെ ഈ ദുരിതം ശമിപ്പിക്കാൻ ഞാൻ ചെയ്യുന്ന തെറ്റ്, അത് നിങ്ങൾ കരുണയോട് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ എന്ത് പറഞ്ഞാൽ നിങ്ങൾ കൽപ്പിച്ചതെല്ലാമേ ഞാൻ എന്തും ചെയ്യുന്നതുണ്ട് ഞാനിങ്ങനെ ചെയ്തു പോയി. പരാധീനനായി പറയുക, വിഷമിച്ച് പറയാം, അയ്യോ അങ്ങനെയാണോ? ഇത്രയും ഭഗവാൻ കൃഷ്ണൻ്റെ, എൻ്റെ അനുജനായ കൃഷ്ണൻ്റെ കഥ ഇത് എല്ലാവർക്കും എപ്പോഴും കേൾക്കാൻ വേണ്ടി ആയുസ് മൊത്തവും കൊടുത്തിട്ടിരിക്കുന്നത്. അങ്ങനെയുള്ള ഈശ്വരൻ്റെ ദിനചര്യ പോയിരുന്ന ഭഗവാന്റെ ഈ കൃഷ്ണൻ്റെ കഥ കേൾക്കാൻ ആണോ നിങ്ങളിങ്ങനെ ദീർഘായുസോടത്ത് ഇവിടെ ഇങ്ങനെ ഇരുത്തിയേക്കുന്നത്, ബ്രഹ്മാസനം കൊടുത്തിരുത്തിയേക്കുന്നത് എന്ന് ചോദിച്ചു. ഇതൊക്കെ മനസ്സിലായപ്പോൾ ഇദ്ദേഹത്തിന് പരാധീനമായി, അത്രയ്ക്ക് വിഷമമായിട്ട് പറഞ്ഞു, കരുണയോട് മമ ദുരിതശമം അതിന്, എനിക്ക് ഇതിൻ്റെ ദുരിതത്തിൻ്റെ ശമം കിട്ടണം. ഞാൻ പാപിയാണ്, ഇത് ദുരിതം പറ്റിപ്പോയി, ഇതിന് ശമിക്കണം. അതിന് നിങ്ങൾ കൽപ്പിച്ച് എന്താണ് നിങ്ങൾ കൽപ്പിക്കുന്നത് അതെല്ലാം ചെയ്യുന്നതുകൊണ്ട് ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം എന്ന് ബലരാമൻ പറഞ്ഞു. മുനിജനവചസ്സുകൾ സഫലത വരുത്തുവാൻ ഇന്നിവൻ ഇപ്പോഴേ ജീവനുണ്ടാക്കുവൻ. അവ പറയുന്നു, എന്താ പോംവഴി? അതിന് മുനിജനവചസ്സുകൾ, ഈ മുനിമാരുടെ വചനങ്ങൾ എന്താ സഫലത വരുത്തണം. എന്താ? ഈ ചെയ്ത തെറ്റിനെ മാറ്റണം. ഇന്നിവനിപ്പോഴേ ഞാൻ ജീവനുണ്ടാക്കുവൻ അങ്ങനെ പറഞ്ഞു. ഞാൻ അതുകൊണ്ട് ഈ തെറ്റ് പറ്റിപ്പോയി, ഇതിന് എന്താ പോംവഴിയെന്ന് ചോദിച്ചിട്ട് ഈ മുനിജനങ്ങളുടെ ഈ വാക്കുകൾ ഇത് തെറ്റായിപ്പോയെന്ന് പറഞ്ഞപ്പോൾ ഇദ്ദേഹത്തിന് വിഷമം പിടിച്ച് ഞാൻ എന്തും ചെയ്യാം എന്ന് പറഞ്ഞിട്ട് മുനിജനങ്ങളുടെ വാക്കുകൾ കേട്ട് അതിൻ്റെ സഫലത വരുത്തുവാൻ എന്തു പറഞ്ഞു? ഇന്നിവൻ ഇപ്പോഴേ ജീവനുണ്ടാക്കും, ഞാൻ ഇപ്പം തന്നെ സൂതനെ ജീവിപ്പിക്കും എന്ന് പറഞ്ഞു. ബലവചനമിതി മുനികൾ കേട്ടോരനന്തരം ബദ്ധമോദം മുനിമാരും അരുൾ ചെയ്തു. ബലവചനം ചേർന്ന് ബലരാമൻ്റെ വചനം ഇങ്ങനെ, ഞാൻ ഇപ്പം തന്നെ ജീവനുണ്ടാക്കും. വിഷമിച്ചു പോയി ബലരാമൻ, സങ്കടമായിപ്പോയി, അത്രമാത്രം ദുഃഖമായിപ്പോയി, അറിഞ്ഞ് എന്തോ അഹങ്കാരം പറ്റിപ്പോയി. ഇദ്ദേഹം എഴുന്നേൽക്കാഞ്ഞപ്പം ഇദ്ദേഹത്തിൻ്റെ മഹിമ അറിഞ്ഞില്ല. പരമാത്മാവായ കൃഷ്ണൻ്റെ ചരിതം മറ്റുള്ളവർക്ക് കൊടുക്കാനാണ് ഈ വാക്കുകൾ, ഭഗവാന്റെ വചനങ്ങളും മാഹാത്മ്യമുള്ള കഥകൾ പറഞ്ഞ് കേൾപ്പിച്ച് ആനന്ദിച്ചിരിപ്പാൻ മുനികളിങ്ങനെ കാത്തുകെട്ടി കിടക്കുന്ന ദിവസം എപ്പോഴും. അതിനായിരുന്നോ ഈ ബ്രഹ്മാസനം കൊടുത്തിവിടെ ഇരുത്തിയേക്കുന്നതെന്ന് അപ്പോഴാണ് കത്തിയത് ബലരാമന്.
സ്വന്തം അനുജനാണ്. ആരാ അനുജൻ? പരബ്രഹ്മമൂർത്തിയാണ്, പരമാത്മാവാണ്, മോക്ഷദായകനാണ്. ആർക്കും മോക്ഷത്തെ കൊടുക്കുന്ന പരമാത്മാവായി ഈശ്വരൻ ശരീരമെടുത്തു വന്നു, വിഗ്രഹമെടുത്തു. ആ ഭഗവാന്റെ മഹൽ ചരിത്രങ്ങൾ, കഥകൾ മറ്റുള്ളവരെ കേൾക്കാൻ വചനം പറയുമ്പോൾ അത് കേട്ട് ആനന്ദിച്ച് നിർവൃതി നേടുന്ന മുനിമാർ. അതിനുവേണ്ടി ദീർഘായുസ് ഇരിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവാന്റെ വചനം കേൾക്കാൻ എപ്പോഴും സതതം കാത്തുകെട്ടിയിരിക്കുക. ദീർഘായുസ് കൊടുക്കണേ ഇനിയും ഇത് കേൾക്കണം അമ്മേ, എനിക്ക് ഇനിയും കേൾക്കണം എന്ന് പറഞ്ഞ മക്കളൊക്കെ എവിടെ പോയി? എല്ലാവരുടെയും കാര്യമല്ല പറഞ്ഞത്, ആർത്തിയൊക്കെ എവിടെ പോയി? ഇനിയും വരണം അമ്മേ, ഇനിയും കേൾക്കണം അമ്മേ, അത് പോരാ അമ്മേ എന്ന് പറഞ്ഞിട്ട് എന്ത് പറ്റി? നിറഞ്ഞു കവിഞ്ഞോ? ഹൃദയം നിറഞ്ഞു കവിഞ്ഞു മറ്റുള്ളവർ കൊടുക്കാറായോ? നിറകുടം തുളുമ്പാറായോ? മറ്റുള്ളവർക്ക് അത് പങ്കുവച്ച് കൊടുക്കാറായില്ലെങ്കിൽ കേട്ടുകൊണ്ടിരിക്കണം. ഇതൊക്കെ വചനം കേട്ട് പഠിച്ച് ആത്മാവിൽ നിറഞ്ഞ് ഈശ്വര ചൈതന്യം, ഈശ്വര കൃപ നേടി ഉള്ളം പ്രകാശിച്ച് അത് മറ്റുള്ളവർക്ക് കൊടുക്കാൻ ദൈവം പിടപ്പുണ്ടാക്കും. ഉള്ളത്തിൽ കിടന്ന് പിടയ്ക്കും. ആ പിടപ്പ് വേണ്ടി ഇങ്ങനെ ആദ്യം ഇത് പിടയ്ക്കണം, പിടച്ച് വേണം ഇത് നിറയാൻ. ഈ പിടപ്പ് വന്നിട്ടേ നമുക്ക് ഹൃദയത്തിൽ നിറഞ്ഞ് കവിയൂ. ഒരു കുടം നിറഞ്ഞ് തുളുമ്പുന്നത് പോലെ നമുക്ക് ആകണമെങ്കിൽ നമുക്കൊരു പിടപ്പ് വേണം. ഇത് വേണമെന്നുള്ള ചിന്ത. അപ്പോൾ ദൈവം തരുമ്പോൾ പിന്നെ അത് മറ്റുള്ളവർക്ക് പങ്കുവച്ച് കൊടുക്കണം. അതിനൊരു പിടപ്പാണ്. അപ്പോൾ നമുക്കുള്ളത് തുളുമ്പി കൊടുക്കണം. നിറകുടം തുളുമ്പി അതിൽ കൂടെ കൊടുക്കണം. മറ്റുള്ളവർക്ക് കൊടുക്കുമ്പം വീണ്ടും നമ്മൾ നിറഞ്ഞുകൊണ്ടിരിക്കണം. അതിന് നമുക്ക് ആർത്തി കൂടി വരണം മക്കളെ. അല്ല താഴേക്ക് പോകരുത്. അതുകൊണ്ട് ഇവിടെ പറയുന്നു, ഇവരെപ്പോഴേ ഞാൻ ജീവനുണ്ടാക്കുവൻ, എനിക്ക് തെറ്റ് പറ്റിപ്പോയി. ബലവചനമിതി മുനികൾ കേട്ടോരനന്തരം ഇത്രയും ജീവനുണ്ടാക്കുമെന്ന് കേട്ടപ്പോൾ ബദ്ധമോദം മുനിമാരും അരുൾ ചെയ്തു. അത്രമാത്രം സന്തോഷത്തോടെ മുനിമാരെന്ത് പറഞ്ഞു? അഖില ജഗദധിപ തവ വരവും ഇഹ ഞങ്ങൾ തന്നാഖ്യാനവും ഇവ നിഷ്ഫലമാക്കൊല. ഞങ്ങൾ പറഞ്ഞ വാക്കും അങ്ങയുടെ വാക്കും. അത് അഖില ജഗദധിപ, അഖിലത്തിനും ജഗത്തിനും അധിപനായിരിക്കുന്ന ബലരാമനോട് പറയുന്നു, തവ അങ്ങ് വന്ന വരവ്, അങ്ങ് ഇവിടേക്ക് വന്നല്ലോ, ഈ വരവും അദ്ദേഹം വന്നത് മുഖാന്തരമാണ് അദ്ദേഹത്തിൻ്റെ ഈ മുനിമാരുടെ ഗുരുവായിരിക്കുന്ന ഈ സൂതനെ വധിച്ചത്. അവരെങ്ങനെ സഹിക്കും? ഇദ്ദേഹത്തിനെ നന്നായി സൽക്കരിച്ചു ബലരാമനെ. അപ്പോൾ താങ്കൾ ഇവിടേക്ക് വന്ന വരവും ഇഹ ഞങ്ങൾ തന്നെ ആഖ്യാനം, ഞങ്ങളുടെ ഈ പറച്ചിൽ, കാരണം ഇദ്ദേഹം ഇങ്ങനെ ചെയ്തു പോയ ഇങ്ങനെ സംഭവിച്ചതിനെ പറ്റി ഇവരുടെ ദുഃഖം, അതുകൊണ്ട് ഇതും ഇദ്ദേഹം ജീവിപ്പിക്കുന്നു പറഞ്ഞതും നിഷ്ഫലമാക്കല്ലേ. ഞങ്ങൾക്ക് എല്ലാ മാഹാത്മ്യങ്ങളും പറഞ്ഞു തരുന്നേ, ഭഗവാന്റെ കഥകൾ കേൾക്കാൻ എപ്പോഴും പറഞ്ഞുകൊണ്ട് തരുന്ന ഈ മഹാത്മാവിനെ ജീവിപ്പിക്കുന്ന പറഞ്ഞ വാക്ക് മാറ്റല്ലേ. അവർക്ക് ഇത് കേൾക്കണം എപ്പോഴും. അവർക്ക് സഹിക്കാൻ പറ്റത്തില്ല. വേറെ ആരും അതിന് പകരത്തെ വെക്കാനില്ല. ഈ ഭാഗവതം ഉടനീളം പരീക്ഷത്തിന് കൊടുത്ത ഈ ഉപദേശം നമ്മൾ പഠിക്കും, നമ്മളും ചിന്തിക്കൂ. അപ്പോൾ നമ്മൾ എത്രത്തോളം ആ മഹാത്മാവിനെ വന്ദിക്കണം. വേദവ്യാസ മഹാമുനിയുടെ ശിഷ്യനല്ലേ ഇതൊക്കെ തന്നേക്കുന്നത്. അപ്പോൾ നമ്മളും ഇതുപോലെ ആ മഹർഷിമാരുടെ വേദന നമുക്കുണ്ടാകണം. അന്നേരം നമ്മളാവൂ. അവരെത്രമാത്രം ദുഃഖിക്കുന്നു, നമ്മളും ആനന്ദിക്കണമെങ്കിൽ ആര് മുഖാന്തരമാണ്? ഈ മഹാത്മാവായ സൂതൻ മുഖാന്തരം. അപ്പോൾ ആ മഹർഷിമാർ എത്രമാത്രം വേദനിച്ചു ആരെ വധിച്ചപ്പോൾ. അതുകൊണ്ട് ഈ കാര്യങ്ങൾ നിഷ്ഫലമാക്കല്ലേ, ജീവിപ്പിക്കും ഞാൻ. അങ്ങനെയുള്ള ഇദ്ദേഹത്തെ ജീവിപ്പിക്കും. ബലവചനമിതി മുനികൾ കേട്ടൊരനന്തരം ബദ്ധമോദ മുനിമാർ ചെയ്തെന്താ? ഇന്നിവൻ ഇപ്പോഴേ ജീവനുണ്ടാക്കുവൻ, സഫലത വരുത്തുവൻ. ഈ മുനിവജന വചസ്, ഈ മുനിമാരുടെ വാക്കുകൾ കേട്ടപ്പോൾ ഇദ്ദേഹത്തിന് വിഷമമായി. ഞാൻ എന്നാൽ ഇപ്പം തന്നെ ഇവനെ ജീവിപ്പിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ജീവിപ്പിക്കുന്ന പറഞ്ഞെന്ന് വാക്ക് വെറുതെ ആകരുതേ, നിഷ്ഫലമാക്കല. അതിനു തരം ഒരു വഴി വിധിക്ക വേണം. അതിനൊരു തരം ഒരു വഴി കണ്ടുപിടിക്കണം. വിധിക്ക വേണം ഭവാൻ. എന്താണ്? അഖില ജഗദീശ്വരൻ എന്താ അരുതാത്തത്? അതിനൊരു വഴി കണ്ടുപിടിക്കാൻ അങ്ങേക്ക് യാതൊരു കുഴപ്പവും ഉണ്ടാവും. അതിന് ഒരു അസാധ്യവും വരത്തില്ല. അത്ര ബലവാനാണ് ബലരാമൻ, ശക്തിമാനാണ്, എന്ത് വിചാരം നടക്കുന്ന ആളാണ്. അതുകൊണ്ട് അതിന് തരം ഒരു വഴി വിധിക്ക വേണം ഭവാൻ. അഖില ജഗദീശ്വരൻ എന്താ അരുതാത്തത്? അങ്ങക്ക് എന്താ ഒക്കാത്തത്? അങ്ങത് വെറും വാക്കാക്കല്ലേ, ജീവിപ്പിക്കണമേ എന്ന് പറഞ്ഞു. മുനികളുടെ വചനം ഇത് കേട്ടു ബലഭദ്രൻ മാനിച്ചു, പിന്നെ ഉത്തരം ചൊല്ലിനാൻ. അങ്ങനെ ഈ മുനിമാരുടെ വചനങ്ങൾ കേട്ടിട്ട് ബലഭദ്രൻ എന്ത് മാനിച്ചു തന്നെ പറയുന്നു. എന്താ പറയുന്നത്? സകല ജനസമ്മതം സർവജന്തുക്കൾക്കും സ്വാത്മാവ് പുത്രനെന്നല്ലോ വേദോക്തിയും. അപ്പോൾ സകല ജനങ്ങളും സമ്മതം,
എല്ലാവരും പറയുന്നത് എന്താ? സമ്മതം. സർവ്വജന്തുക്കൾക്ക്, അതായത് ജീവനുള്ള, അതായത് പക്ഷി മൃഗാദികൾക്കും വൃക്ഷലതാദിക്കും വൃക്ഷങ്ങൾക്ക് പോലും മനുഷ്യർക്ക് എല്ലാം ഉണ്ട്. എന്താ? ഇപ്പോൾ ഒരു വൃക്ഷത്തിൻ്റെ വിത്ത് വീണ അത് കിളിച്ച് വൃക്ഷമാകും. അപ്പോൾ വൃക്ഷത്തിൻ്റെ വിത്ത് എന്താണ്? ആ വൃക്ഷമാണ്. അതുകൊണ്ട് ഇവിടെ സ്വ ആത്മാവ്, ഇപ്പം ഞാൻ, എൻ്റെ പുത്രനോ പുത്രിയോ ഞാൻ തന്നെയാണ്. അതെല്ലാവരും സമ്മതിക്കുന്നൊരു കാര്യമാണ്. അതുകൊണ്ട് സ്വ ആത്മാവ് പുത്രൻ എന്നല്ലോ വേദോക്തിയും സർവ്വജന്തുക്കൾക്കും. അതുകൊണ്ട് സകല ഗുണസഹിതം ഒരു തനയൻ ഇവൻ ഇപ്പോഴേ സത്യം ഇവൻ്റെ ദേഹത്തിൽ നിന്നുണ്ടാകും. അതുകൊണ്ട് സകല ഗുണസഹിതം ഇത്രത്തോളം ഈ മഹാത്മാവായ ഈ സൂതന് ഉണ്ടായിരുന്നുവോ അതിനേക്കാൾ സകലത്തിന് ഗുണമായ ഒരു പുത്രൻ ഇവിടെ ഈ ദേഹത്തിൽ നിന്ന് ഇവിടെ ജനിക്കും എന്ന് പറഞ്ഞു. അപ്പം ഒരു പുത്രനായി വന്നാൽ മതിയല്ലോ. അതാണ് സ്വ ആത്മാവ് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ പുത്രൻ. അപ്പോൾ അദ്ദേഹം തന്നെയാണ്. ഇപ്പം എൻ്റെ മകൻ ഞാൻ തന്നെയാണ്. എൻ്റെ ഗുണത്തിനേക്കാൾ ഒത്തിരിയുടെ സകല ഗുണങ്ങളുള്ള ഒരു മകനായിട്ട് ഈ ദേഹത്തു നിന്ന് ഇവിടെ ജനിച്ചു വരും എന്നാണ് ബലരാമൻ പറഞ്ഞത്. അപ്പോൾ സ്വ ആത്മാവ് പുത്രൻ എന്നല്ലോ വേദോക്തിയും. വേദങ്ങൾ അങ്ങനെയാണല്ലോ പറയുന്നത്. അവനവൻ്റെ മക്കൾ അവനവൻ തന്നെയാണ്. അതിനൊരു ഉദാഹരണം സർവാത്മാവായ പരബ്രഹ്മമൂർത്തിയുടെ സന്തതികളാണ് നമ്മളെല്ലാവരും. അപ്പം ആരാണ്? ആ പരബ്രഹ്മമാണ്. അപ്പം ഇത് സത്യമല്ലേ? അപ്പം ലോകം മൊത്തവും സന്തതികളുണ്ടല്ലോ. ചെറുതും വലുതുമായി സകല ജീവജാലങ്ങൾ എല്ലാം ആ പരമാത്മാവിൻ്റെ സന്തതികളാകുമ്പം ആ പരബ്രഹ്മമൂർത്തി നാം തന്നെയാണല്ലോ. അതുപോലെയാണ് ഈ സൂതൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന മകൻ ആ സൂതൻ തന്നെയാണ്. അതാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. സ്വ ആത്മാവ് പുത്രൻ എന്നല്ലോ വേദോക്തിയും സകല ഗുണസഹിതം ഒരു തനയൻ ഒരു മകൻ ഇപ്പോഴേ സത്യം ഇവൻ്റെ സത്യമാണ് ഇവൻ്റെ ഈ സൂതൻ്റെ ദേഹത്തിൽ നിന്നുണ്ടാകും. അവൻ അഖില ഹരികഥകൾ അഴകൊട് ഉര ചെയ്തിടും. ഭഗവാന്റെ ഹരികഥ, കൃഷ്ണൻ്റെ കഥ, വിഷ്ണു ഭഗവാൻ നാരായണൻ കൃഷ്ണൻ. അതുകൊണ്ട് അവൻ അഖിലം ഹരികഥ ഭഗവാന്റെ കഥകൾ അഴകൊട് അഴകെന്താണ്? അത്ര മഹാത്മ്യം കേൾക്കുമ്പം ഇഴിഞ്ഞിറങ്ങി നമ്മൾ ഉള്ളിലേക്ക് വരും. അതിലേ ഭാഗവതവശ ഞാൻ ഇന്ന് കരയുന്നത്. ഭാഗവതം എല്ലാവരും ഉറങ്ങുമ്പോൾ ഞാനിതങ്ങ് എടുക്കും. ഇല്ല സുരേഷ് ഗോപി ഞാനിതങ്ങ് എടുക്കും എന്ന് പറഞ്ഞ് ഞാനിതങ്ങ് എടുക്കും മക്കളെ, ഞാനങ്ങ് എടുക്കും. എനിക്ക് നല്ല സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. ഇവിടെ എനിക്ക് വിഘ്നം വരത്തില്ല. ഞാൻ എടുത്താലൊരു 2 മണിവരെ കരച്ചിലും ഇത് വായനയാണ്. അങ്ങനെ എടുത്താണ് കഴിയുന്നത്. അതുകൊണ്ട് അഴകൊട് ഉര ചെയ്യുന്ന ഈ അഴകുള്ളതുകൊണ്ടാണ്. ഈ ഭാഗവതം ഉടനീളം ആ സൂതൻ്റെ അഴകാണ്. വേദവ്യാസ മഹാവിൻ്റെ അഴക് സ്വന്തം പുത്രൻ അത് ഇവിടെ നമുക്ക് പകർത്തി നമ്മളെ കേൾപ്പിക്കാൻ വേണ്ടി ഇതൊക്കെ ചെയ്തു തന്നേക്കുക. ഈ വേദവ്യാസ മഹൻ ചമച്ച ഈ പുരാണം അതുപടി അഴകോട് നമ്മളെ കേൾപ്പിക്കുന്നതുകൊണ്ട് നമ്മളെ പറഞ്ഞ് കേൾപ്പിക്കണോണ്ട് നമ്മളിത് അഴകോട് കേൾക്കുന്നത്. അതാണ് നമ്മൾ കരയുന്നത്. അത് മനസ്സിലാക്കണം. അതുകൊണ്ട് ഇത് സത്യമാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഈ ദേഹത്തിൽ നിന്നുകൊണ്ട് ഒരു മകനെ ഞാനിപ്പോൾ ഇവിടുന്ന് വരും. അവൻ അഖില ഹരികഥകൾ അഴകോട് ഉര ചെയ്തിടും. മറ്റെന്താ പിന്നൊരാഗ്രഹം നിങ്ങൾക്ക് ചൊല്ലി? ഇനി എന്തെങ്കിലും വേറെ ആഗ്രഹമുണ്ടോ? അപ്പോൾ സ്വന്തം മകൻ സ്വന്തമാണ്, അദ്ദേഹം തന്നെയാണ്. അതിൽ നിന്ന് പുത്രൻ ആ സൂതൻ തന്നെയാണ്. അതുകൊണ്ട് സകല ഗുണവും ഇതിനേക്കാൾ ഉപരി സകല ഗുണം സഹിതം ഒരു തനയൻ അങ്ങനെ വന്നാൽ എന്ത് വരും? അഴകോട് ഭഗവാന്റെ കഥകൾ കേൾപ്പിക്കും എല്ലാവരെയും. സകല ഗുണസഹിതം ഒരു തനയൻ അവൻ ഇപ്പോഴേ സത്യം ഇവൻ്റെ ദേഹത്തിൽ നിന്നുണ്ടാകും. അവൻ അഖില ഹരികഥകൾ അഴകൊട് ഉര ചെയ്തിട്ടും മറ്റെന്താഗ്രഹം നിങ്ങൾക്ക് ചൊല്ലുവിൻ. അപ്പം നിങ്ങൾക്ക് വേറെ എന്താണ് നിങ്ങൾക്ക് ആഗ്രഹങ്ങൾ അവിടെ പറയൂ എന്ന് പറഞ്ഞു. ഇനിയും ഉണ്ട് ആഗ്രഹം. നമുക്കത് അടുത്ത പ്രാവശ്യം വായിക്കാൻ സമയം പോയി. എല്ലാവർക്കും നമസ്കാരം. ഇത് യഥാർത്ഥം പറഞ്ഞാൽ ഇത് മക്കളെ ഞാൻ ഈ പറഞ്ഞത് നന്മയ്ക്ക് വേണ്ടിയാണ്. എത്രത്തോളം നിങ്ങൾക്ക് ഇത് നന്നായിട്ടിത് മനസ്സിലാക്കി കൃപ വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുക, ആരാധിക്കുക. ഇതൊക്കെ എപ്പോഴും ഈ സതതം എപ്പോഴും എന്താ പറയുന്നത്, മഹാത്മാക്കൾ അങ്ങനെയാണ്. ഇത് കിട്ടിയത് പോരാ അത് വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കണം. അത് ചൊല്ലിക്കൊണ്ടിരിക്കണം. നമ്മൾ നിറഞ്ഞു തീരുമ്പോൾ നമ്മൾ കവിഞ്ഞ് തുളുമ്പുമ്പോൾ മറ്റുള്ളവർ കൊടുക്കാൻ ശ്രമിക്കണം. എല്ലാവർക്കും നമസ്കാരം. ഹരി ഓം.